So hello guys, welcome back to my another video. Hello. So this is my friend Laiba. Hello guys. Yeah. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അറിയാം, ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഡെയിലും ചെയ്തില്ല, ഇത്ര കുറെ ആണ്ടൊന്നും ചെയ്യുന്നില്ല ഫേസിൽ. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് സം സ്കിൻ കെയർ റൂട്ടീൻ. അങ്ങനെ ഇന്ന് നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ അവള് മലയാളിയല്ല. സോ ഞാൻ പറയാൻ മനസ്സിലാവും, മനസ്സിലാകത്തില്ലെന്നല്ല, മനസ്സിലാവും. പക്ഷേ അവർക്ക് നാണം വരും. പക്ഷേ നോട്ട് ഫുള്ളി മനസ്സിലാവത്തില്ല. സോ നമ്മൾ യെസ് കുറച്ച് സോ നമ്മളിപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. സ്ക്രബ് കഴിഞ്ഞിട്ട് നമ്മൾ പീൽ ഓഫ് മാസ്ക് ഇടും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. സോ ഇതാണ് സ്ക്രബ്. ഇത് ആപ്രിക്കോട്ടിന്റെ ഫേസ് സ്ക്രബാണ്. ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് രണ്ടിനും ഉപയോഗിക്കാം കേട്ടോ, രണ്ടിനും ഉപയോഗിക്കാം. Refines and also skins. ഇത് ഇവള് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. Okay, this is Saudi product, right? Yeah, of course. This is Saudi product. Yeah. So we're gonna apply this. ഇത് പൊട്ടിച്ചിട്ടില്ല, നമ്മളിപ്പോ പൊട്ടിക്കാൻ പോകും. So we need to do it first unpacking because we didn't even open it yet because I just came from like Saudi 1 week ago. And we're gonna open this and we're gonna try it on her face. But actually this is one of my favorite products. So I wanted like her to test it out how it goes out well. So let's see this. എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പരീക്ഷിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനെന്താ. मेरे स्किन में टेस्ट. So actually I keep using this product, but then I don't know if it's gonna suit for her skin because it's a little oily. But I do have very dry skin, so let's see. മൈൻ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. ബിക്കോസ് എന്റെ ചില പോർഷൻസ് ഓയിലി ആണ്, എന്നാൽ ചില പോർഷൻസ് ഡ്രൈ സ്കിൻ ആണെന്ന് വേണം പറയാം. കൈ കാലൊക്കെ നല്ലോണം ഡ്രൈ ആവും. ഫേസിനകത്ത് വരുവാണെങ്കിൽ ഫേസിന്റെ ഡ്രൈ എല്ലാം മൊത്തം ഡ്രൈ അല്ല, ചില പോർഷൻസ് ഡ്രൈ, ചില പോർഷൻസ് ഇങ്ങനെ ഓയിലി, അങ്ങനെയാണ്. T1 is like on oily ആണ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് നമുക്ക് ഇത് ഇടണം. ഇതാണ് ഹെയർ ബാൻഡ്. ഇത് ഇടണം. ബിക്കോസ് അല്ലെ നമ്മള് ഇത് മൊത്തം ഈ സ്ക്രബും ഈ പീൽ ഓഫ് എല്ലാം മുടിയാത്തിരിക്കും. ഗ്ലാസ് വലിക്കാൻ നേരത്ത് മുടി മൊത്തത്തിൽ വരും. സോ വി ഹാവ് ടു. Okay. So I'm gonna do her skin care routine and I'm gonna show it how I usually do it. So let's start with this. So I'm gonna of course do it because she needed my help, so I'm gonna get some help for her. So this is the product guys and I'm gonna open it like this. So you guys can see I'm gonna apply this all on her face. So and I'm gonna scrub it so that you know you're gonna get a very good. See guys, you know what? It smells so good, yeah. So good. Oh, it smells so Wow. nice. നല്ല മണം. ഇത് മണത്തോണ്ടിരിക്കാൻ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു എനിക്ക്. Okay, so we're gonna apply this. I'm gonna apply it on her face and let's see what's the reaction, guys. Action. Okay, everything. You can say it's funny, yeah. You can say anything. It's like okay, yeah, okay, fine. So I'm gonna like keep applying and I'm gonna like do it in the circle area, so that all the scrub comes out, and I'm gonna use all my fingers into it. Yeah, and then of course here you can see the portion is a little black, so I'm gonna, of course it's because of tanning and all, of course the Indian heat, so I'm gonna like rub it into मेरा मलयालम व्यूअर्स को इंग्लिश में सुना के पकाई है. ओह यार हिंदी करन. Okay, I know. So ഞാൻ ഇടാന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ ഇട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഖം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ജെന്റ്ലി ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം and into a circle like. ആൻഡ് മേക്ക് ഷുവർ ചെയ്യുക സ്കിന്ന് ഡ്രൈ ആകാതിരിക്കുക. എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫേസ് കുറച്ച് വെള്ളം എന്തെങ്കിലും വരണം. ഡ്രൈ ആവാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്ക്രാച്ചസ് ആവും, ഫേസ് ഫുള്ള് സ്ക്രാച്ച് ആവും. സോ മേക്ക് ഷുവർ ചെയ്യണം കുറച്ച് വെള്ളം വേണമെന്നുള്ള വെള്ളം തൊട്ടിട്ട് വേണം ചെയ്യാൻ. സോ ഇപ്പം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. So this part is done, so I'm gonna do her nose. So of course I'm gonna like scrub this area because this is a really important area. Yeah. Because you get a lot of blackheads, this shit, that shit. So let's do it. And make sure you do it circally because all the dirt comes out as soon as possible. And then you keep doing it and you have to do it for a little long time. Okay guys.
എന്നെ കാണാൻ ഇവിടെ. So I'll just turn it to my face, and then of course I'm just gonna keep doing it for some time, because all the tannings and all the detans comes out. So yeah, we'll keep doing this. And now is this area കിട്ടാൻ വേണ്ടിട്ടൊക്കെ പോകാൻ for approx like 10 minutes, and then you keep it for like approx again like 5 minutes, and then wash this. So keep doing it, and it's not for the face, guys. It's all for the body as well. So you can see how this is so much effective and efficient as well, and it's not that expensive also. ഇത് മേടിച്ചാൽ ഒരു സാധനമുണ്ട്. ഇത് പലരും കടയിൽ പോയി പാർലറിലൊക്കെ പോയി സ്ക്രബ് ചെയ്യും. എന്തായാലും വലിയ കഴിച്ച് സ്ക്രബ് മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുണ്ടല്ലോ. Another thing guys is ഇത് weekly twice that's enough. That's enough. Twice. Because every time you go to the parlor and spend like around 2,000, 3,000, I don't think that's so much. That's not worth. Yeah, of course. That's not worth in the sense ഈ പണ്ടൊക്കെയാണ് ഓക്കെ. ഈ കാലത്ത് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ മേടിച്ച് നമുക്ക് വീട്ടിൽ സ്ക്രബ് ചെയ്യാനേ ഉള്ളൂ. വീക്കിലി ട്രൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് സ്കിൻസ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കംപ്ലീറ്റ് പോകുന്ന സ്കിന്ന് കുറച്ച് റിഫ്രഷ് ആവും. സോ ഇതാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ ബെറ്റർ ആണെന്ന് ഞാൻ പറയും. Yeah, so we are gonna do this scrub for like approx like 10 minutes, and I'm gonna give a very good massage to her. Actually ഇവിടെ Face. നല്ലോണം മസാജ് ചെയ്യും. I think I should leave my course and be a beautician, guys. Okay. You can all come to my house. I can give you my address and number. Also bring money. അയ്യോ. So it's been 10 minutes. I've given all the good massage, and she got it now. And then now it's the time to wash her face. So let's see. I will wash this. ഇത് വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാൻ വൈപ്പ് ചെയ്ത് കാണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഗ്ലോ ഒന്നും വരാറില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകും. കുറച്ചൊക്കെ സ്കിന്നൊക്കെ ക്ലീൻ ആകും. സോ ഐ വിൽ ഗോ ആൻഡ് വാഷ്. So guys, I'm done with my face wash. Now we'll wipe it out. ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് പിന്നാരൊക്കെ പറയും. നോ. സോ നമ്മളങ്ങനെ ഫേസ് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് സെറ്റായി. ഓക്കെ. സോ നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് The peel off mascara. ദിസ് ഇസ് എ പീൽ ഓഫ് മാസ്ക്. ഗ്ലോ ഇതായിട്ടായിരിക്കും ഗ്ലോയി ലുക്ക് തരുമെന്നാണ് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. പൊമഗ്രാനൈറ്റിന്റെ പീൽ ഓഫ് മാസ്ക് ഹെൽപ്സ് ടു ക്ലെൻസ്, ബ്രൈറ്റൻ ചെയ്ത് സ്കിന്ന്. പിന്നെ ഗ്ലോയിങ് ലുക്ക് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിൽ ട്രൈ ദിസ് പാരീസ് കളക്ഷൻ. ബ്രാൻഡ് ഇസ് പാരീസ് കളക്ഷൻ. ഒരു പീൽ ഓഫ് മാസ്ക് ആണ് പൊമഗ്രാനൈറ്റ് വൺ. സോ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ. ലൈവ്. ഇതെന്താ സംഭവം അറിയോ? ഇവളുടെ സിസ്റ്ററുടെ ഒരു സഭാണ്, ഇവളുടെ ലൈവാണ്. എനിക്ക് രണ്ടുപേരും നല്ലോണം അറിയാം. പക്ഷെ എന്റെ വായില് എപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. മാറി ഞാൻ വിളിക്കും. ഓക്കെ. So this guys, this all like the brands which I have, these are like all from Paris collections, and all the brands are like so good, guys. So you need to try it all from Paris collections. Okay. So next step is like I'm taking this much, okay, and I'm rubbing it into her skin like this. Okay. It feels a little sticky, but it's gonna be okay because it's like just a peel off mask. But this is the like main important thing to do after your scrub. It removes all your facial hairs and all unwanted facial hairs. So even you can use a different kind of brush to do, but I prefer using hand. Okay. So yeah, it's just a little thin layer of you need to apply, not the fat one.
Okay. അവള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ ലെയർ അപ്ലൈ ചെയ്യണം, പിന്നെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലാത്തൊരു കൈ വെച്ച് അപ്ലൈ ചെയ്യാം. ഞാനും കൈ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്, എനിക്കതാണ് ഇഷ്ടം. സോ അത് ഒരു സൈഡ് ചെയ്തും കറുത്ത് ഇവിടെ കൂടെ കവർ ചെയ്യാം, ബിക്കോസ് പെട്ടെന്ന് ഉണങ്ങും, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കവർ ചെയ്യണം. So again, I've taken a little bit layer and then I'm applying here. Fast. We'll apply fast. Because it's gonna dry a little soon. Yeah. If you keep it in fan. So actually we are under a fan right now. So yeah. Okay. It feels a little sticky, guys, but it's really so much comfortable. Like after you remove it, all the patches, everything like goes. But not like once. You need to do it like every week, twice a day. Sorry, twice a week. രസം ഇങ്ങനെ പിങ്ക് കളറിലെ സാധനം എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാവ്. And it's not even irritated. Like you won't get any irritations for your skin. Like that's my guarantee, because it's like for all skins, you know. It's for the oily, dry, mixed. So you don't get those every time, you know. Allergic. Guys, I will tell you a genuine reply. Okay, നിങ്ങൾ പേടിക്കണം. എനിക്ക് genuine reply എഴുതി തരാൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിട്ട് കഴിഞ്ഞിട്ട് I will tell you. Seriously. ഞാൻ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട് കുറെ നാളുണ്ട്. അത് കുഴപ്പമില്ലാത്തൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. കുഴപ്പമില്ല, അത് ചിലപ്പോൾ ചിലതൊക്കെ ഡ്രൈ ആവും. ഇത് ഡ്രൈ ആവും, ഗ്ലോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. So the forehead is done, and I'm gonna apply a little bit here. Okay, because here there are a little unwanted hairs. Yeah. Okay, it removes all your unwanted. But you should make sure this eyebrow shouldn't be touched. അതെ, അത് സത്യമാട്ടോ. നമ്മള് ചെയ്യാൻ നേരത്ത് സൂക്ഷിക്കേണ്ട കാരണം വെച്ചാൽ ഐബ്രോസിലൊന്നും കൊണ്ട് വരട്ടരുത്. ലാസ്റ്റ് ഐബ്രോസ് പോയെന്നൊന്നും പറയരുത്, ഐബ്രോസും കൂടി ഇങ്ങനെ അടക്കി. You only need to avoid. The next is like the nose. Sorry. It's okay. Next is the nose, cause you know, of course, the black hairs, the white hairs, and all. It removes Black all of heads, them. white heads, brown heads. You don't even need that packets wala thing to remove all the black heads and the white heads. We have to apply this side also, no? Yeah, I'm gonna apply. So just be a little bit patient with me. Make sure ki അതന്നെ നമ്മള് ഐബ്രോസിനൊന്നും പറ്റാതിരിക്കാട്ടോ. Okay, so this is done, and then I'm gonna apply a little bit on her, like this. What do you say? What bit? Yahan pe. Under eyes. Yeah, under eyes. Under eyes Because she has a little of like. എനിക്ക് മുझे ज्यादा नहीं है ना, but yeah. Maybe because their skin color is Yeah. jump here. So here I'm gonna apply. Yeah, I think it's not giving any allergic reactions, right? No, nothing is there. No itching, nothing is there. So I can guarantee you guys. next, a little bit here. Please look up. Yeah, this is the best. Yeah, and this is like done. And a little bit here also, because she has a little bit hairs here. Sure. Yeah, see, I'm gonna like remove it by like applying a little bit. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ഷേവ് ചെയ്തായിരുന്നു. ഐ ഓൾറെഡി ഷേവ് റീസെന്റ് ഷേവ് മൈ ഫേസ്. But still, yeah, small things will be there. So അത് കളയാൻ small hairs കളയാൻ വേണ്ടി It's like wax, guys, but better than wax, because wax is actually too much painful. You know. So this is done for like today. Okay, so this is അയ്യോ ഇത് ഒരു കാര്യം വെച്ചാൽ മുടി കെട്ടി വെക്കട്ടോ, അതാ നല്ലത്. ബിക്കോസ് ഇങ്ങനെ മുടി വന്ന് മുഖത്ത് മൊത്തം ഒട്ടിപ്പിടിക്കും. ഇതുണ്ടോ, അത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മക്കളെ വിഷയം. ഓക്കെ, മൊത്തം പോയി കേട്ടോ, ബാൻഡ് ഇട്ടതെല്ലാം പോയി. ഇറ്റ്സ് ഫൈൻ. എനിവേസ് ഇത്രയാണ്. ഇതിന് ഉണങ്ങണം ഒരു 2-3 മിനിറ്റ്സിന്റെ ആവശ്യമുള്ളൂ, ബിക്കോസ് പെട്ടെന്ന് ഉണങ്ങുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് മാം, No, I'm so sorry, man. I don't have it left. I think you have left it inside. Yeah, അകത്ത് വെച്ച്. Okay, it's fine. ഞാൻ ഇങ്ങനെ മുടി രണ്ട് ടൈ ചെയ്യാം. Okay, so ഇനി ഉണങ്ങണം. അല്ല यहाँ नहीं लगा लगा, यहाँ पर मेन पोर्शन होता है. बालें बहुत रेडी है मेरी बात. This time, huh?
സോ അത്രേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് നമ്മള് സോ അത്ര നീ അതൊന്നും ഇനി ഉണങ്ങണം. ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്, ഇതെങ്ങനെയാ വരാൻ പോകുന്നതെന്ന്. ഇങ്ങനെ വലിച്ചടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ വലിച്ചടക്കാൻ. അത് സംസാരിച്ചുകൂടാ, പക്ഷെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം. ഉണങ്ങിയോ തോന്നുന്നു കേട്ടോ. ഉണങ്ങി തോന്നുന്നു. എനിക്കിനി റിമൂവ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, റിമൂവ് ദിസ്. റിമൂവ് ചെയ്യാട്ടോ, റിമൂവ് ചെയ്യാൻ പോയി. റിമൂവ് ആയി വന്നാ മതി എന്റെ പൊന്നി. സോ പിന്നെ ഇളക്കാമേ. ഞാൻ ഇച്ചിരി കുറച്ച് ഇളക്കി. അത് ഉണങ്ങി കേട്ടോ, അത്യാവശ്യം ഉണങ്ങി എല്ലാം. സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. Oh my god. Please stop. എന്റെ വീഡിയോ എങ്ങനൊക്കെ നശിപ്പിക്കാം എന്നുള്ള ചിന്തയിലാണെന്ന്. മീശയൊക്കെ പോയി കാണില്ലേ. കൊള്ളാം കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്നെ ഇവര് ഡിസ്ട്രാക്ട് ചെയ്യാണ് ഗൈസ്. എന്റെ മോന് വിഷയം. എന്റെ മോനെ അടിപൊളി. വേദന ഒന്നുമില്ല കേട്ടോ, ഒരു വേദന ഇല്ല. ജസ്റ്റ് പീൽ ഓഫ് മാസ്ക്. പക്ഷെ വേറെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര വേദനയൊക്കെ എടുക്കും. പക്ഷെ ഇതിനങ്ങനെ വേദന ഒന്നുമില്ല. ജസ്റ്റ് എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ. ഓ യാ, ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ സ്കിന്ന് റെഡ്, ഇങ്ങനെ ബ്ലഷ് പോലത്തെയൊക്കെ. അമ്മേന്റെ ബിരിയാം ലൈബ്രോസ് ഒന്ന് പോകും. ഓക്കെ, ഇത് ഇളക്കട്ടെ പെട്ടെന്ന്. വിഷയമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം, അല്ല ഇങ്ങനെ ഇങ്ങനെയാണ് കളയാം, കുഴപ്പമൊന്നുമില്ല. ഈ ഇവിടുത്തെ മൂക്കിലൊക്കെ ഉണ്ടല്ലോ, ഈ എവിടുന്ന് തുടങ്ങും? ഓക്കെ, ഇവിടെ ഇത് ഇളക്കുമ്പോ ഒരു പ്രത്യേകതര സുഖമുണ്ട് കേട്ടോ. തമാശ പറഞ്ഞല്ല, കാര്യത്തില് കൊള്ളാം, സംഭവം കൊള്ളാം. എറിച്ചു ക്ഷമ വേണം അത് ഇളക്കാൻ. എനിക്കില്ല, അത് എനിക്ക് ഒട്ടുമില്ല. ഒട്ടുമില്ല ഉണ്ട് എനിക്ക് ക്ഷമ. പക്ഷെ എനിക്ക് ഈ റിസൾട്ട് അറിയാനുള്ള ധൃതിയിൽ വിചാരിക്കില്ല പലതും കാണിച്ചു. മുടി പോയോടെ മച്ചു. മുടിയിലൊക്കെ ഒട്ടി പിടിച്ച് ആദ്യം ശ്രദ്ധിച്ചില്ല. വാ 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 വാ. എന്നെ ഇവിടെ പറ്റിട്ടില്ലല്ലോ. ഓക്കെ, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഈ ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഇങ്ങനെ ഞരടി ചരടി ഇങ്ങനെ കളയാൻ പറ്റും നമുക്ക്. പിന്നെ അതൊക്കെ ഇനി ഇളക്കാൻ വേണ്ടി പോയി അങ്ങനെ കയ്യിൽ ഇളകി വരുമായിരിക്കും. പക്ഷെ എനിക്ക് സമയമില്ലാത്ത അതൊക്കെ എന്റെ എല്ലാം ഇളക്കി നമുക്ക് വിശ്വാസം.
ഓക്കെ സോ നമ്മള് ഹായ് കൊള്ളാം, ജെന്വിൻ റിപ്ലൈ കൊള്ളാം, സത്യസന്ധ കൊള്ളാം കേട്ടോ. കണ്ടോ എന്റെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഗ്ലോ, ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഒരു ഇങ്ങനെ ഗ്ലോ കിട്ടിയ ഇങ്ങനെ ഒരു സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയപോലെ തോന്നും. കാര്യത്തില്ല കേട്ടോ, ഞാൻ വെറുതെ പറയാറില്ല. ബിക്കോസ് ഞാനിങ്ങനെ ഇന്ന വരെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറയോ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് വീഡിയോ എവിടെ പ്രൊഡക്റ്റ്. സോ അതാണ് അത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി സംഭവം ഇങ്ങനെ അലർജിയോ ഇങ്ങനെ ചൊറിച്ചിലോ ഇറിറ്റേഷൻസ് അങ്ങനത്തെ ഒന്നും ഇല്ല. ഇത് ഏറ്റവും നല്ല ഫ്രഷ് ലുക്ക് തരുന്നുണ്ട്, കൊള്ളാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നറിയാം. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോ ഞാൻ നോക്കുന്നു. സോ ഇത്ര ഉള്ളായിരുന്നു എന്റെ വീഡിയോ. മസ്റ്റ് ട്രൈ എന്ന് വേണേ, മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയാൻ വെച്ചാൽ ഉപയോഗിച്ച് വെച്ച പീൽ ഓഫ് മാസ്ക് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പീൽ ഓഫ് മാസ്ക് ആണ് ഇത്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര വേദന വരും, ഇറിറ്റേഷൻ ചിലതൊക്കെ തോന്നും. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് വെരി കൂൾ നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതും പിന്നെ സ്ക്രബും രണ്ടും കൊള്ളാം. രണ്ടിന്റെ സ്മെല്ലും അടിപൊളിയാ. വാവ് ഗൈസ്, അതുകൊണ്ടോ നല്ല ബ്രൈറ്റ് ആയില്ലേ എന്റെ സ്കിൻ, നല്ല രസമുണ്ട്. ഞാൻ എന്റെ വൈദ്യുതി എന്റെ മുടി വെട്ടിയാലും മുടി ഇതല്ല, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ലെയർ അടിച്ചിട്ടാവും ചിന്തിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.